പ്പെട്ട വാർത്ത ബംഗ്ലാദേശ് കലാപത്തിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച കോടതി ഇന്റർനാഷണൽ ക്രൈം ട്രിബ്യൂണലാണ് ശിക്ഷ വിധിച്ചത്. ക്രൈം ട്രിബ്യൂണൽ ബംഗ്ലാദേശിലെ പ്രത്യേക ട്രിബ്യൂണൽ കോടതിയാണ്. ഒരു തിരുത്തുണ്ട്. ഹസീന മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യം ചെയ്തെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഷെയ്ഖ് ഹസീന നിലവിൽ ഇന്ത്യയിലാണ് ഉള്ളത്. വിധിക്ക് പിന്നാലെ ബംഗ്ലാദേശിൽ സുരക്ഷ ശക്തമാക്കി. കൂട്ടക്കൊല, വധശ്രമം, മനുഷ്യാവകാശ ലംഘനം എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞതായും കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ കലാപം നടന്നത് 2024 2024 ഓഗസ്റ്റ് 5-നുണ്ടായ ആ കലാപത്തിൽ 1400 പേരാണ് കൊല്ലപ്പെട്ടത്. അതേ തുടർന്ന് 24,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതോടൊപ്പം വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം തന്നെ ബംഗ്ലാദേശിൽ ഉടലെടുത്തിരുന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കടക്കം, ഘനഭവനിലേക്കടക്കം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ട് ഈ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് ഒളിവിൽ വരുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഏറെക്കാലമായി ഈ ഒരു സംഭവവും ഈ കലാപത്തെ ബന്ധപ്പെട്ടുള്ള കേസുകളും ഒക്കെ തന്നെ കോടതികൾ ധാക്കയിലെ പ്രത്യേക ട്രിബ്യൂണൽ അടക്കം പരിഗണിച്ചു വരികയായിരുന്നു. അല്പനാൾ മുമ്പാണ് ഇതേപോലെ തന്നെ ചില വിവരങ്ങൾ, ഫോൺ സംഭാഷണങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് ചോർന്നതിനെ തുടർന്ന് 6 മാസം തടവ് ശിക്ഷയടക്കം ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ചുമത്തിയിരുന്നു. എപ്പോൾ ഹാജരാകുന്നു അല്ലെങ്കിൽ എപ്പോൾ കീഴടങ്ങുന്നോ ആ ദിവസം മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിലുള്ള ഒരു വിധിയായിരുന്നു അന്ന് വന്നത്. പക്ഷേ ഇപ്പോഴും ഇന്ത്യയിൽ തുടരുകയാണ് ഷെയ്ഖ് ഹസീന. അതുകൊണ്ട് തന്നെ ഈ ഒരു വിധി എപ്പോഴത്തേക്ക് പ്രാബല്യത്തിൽ വരും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഇന്ത്യയുമായി ഒരു നയതന്ത്ര ചർച്ചയടക്കം ഉണ്ടാകുമോ ഷെയ്ഖ് ഹസീനയെ വിട്ടുതരുന്നതിൽ എന്നുള്ളതൊക്കെ തന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ബംഗ്ലാദേശ് കലാപത്തിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് ധാക്കയിലെ പ്രത്യേക ട്രിബ്യൂണൽ കോടതി. ഹസീന മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യം ചെയ്തെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യയിലുള്ള ഷെയ്ഖ് ഹസീനയ്ക്ക് ഈ ഒരു വിധി എത്രത്തോളം നിർണായകമാണെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കാരണം അത് എത്രത്തോളം ഷെയ്ഖ് ഹസീനയെ ബാധിക്കും എന്നുള്ളത്, ഷെയ്ഖ് ഹസീനയുടെ അറസ്റ്റ് എത്തരത്തിലായിരിക്കും, ഏത് രീതിയിലായിരിക്കും, നയതന്ത്ര ചർച്ചകൾ എങ്ങനെയൊക്കെ ആയിരിക്കും, ഇന്ത്യ അത്തരത്തിലൊരു വിട്ടുകൊടുക്കൽ ശ്രമത്തിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയുമായൊരു നയപരമായൊരു ചർച്ച എത്തരത്തിൽ രൂപപ്പെടുമെന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇന്ത്യയുടെ ഈ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിലേക്ക് എത്തിക്കുന്നതിൽ, ഇതിൻ്റെ ഈ ശിക്ഷ അനുഭവിക്കുന്നതിനായി ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കുന്നതിൽ ഇന്ത്യയുടെ നിലപാട് എന്താണെന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. 2024 സംവരണ നിയമവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിൽ ഉടലെടുത്ത ഒരു കലാപമാണ്. 2024 ഓഗസ്റ്റ് 5-നുണ്ടായ ആ കലാപത്തിൽ 1400 പേരാണ് കൊല്ലപ്പെട്ടത്. 24,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു.